ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഒരു പുതിയൊരു റാങ്ക് ലിസ്റ്റ് വന്ന വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി. നമ്മൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യായിരുന്നു അല്ലേ? യെസ്, നിലവിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 439/2022 എന്നുള്ളതാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ. നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൻ്റെ വിവരങ്ങൾ നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് 439/2022 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇൻ KSEB. ഇന്നലെ, അതായത് 12/12/2024 മുതലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 3 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കണ്ടോ, മെയിൻ ലിസ്റ്റിൽ ഇത്രത്തോളം ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ടെസ്റ്റിൻ്റെ മാർക്കും അതിനുശേഷം ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ആ ടെസ്റ്റിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടായിരിക്കും അതിൻ്റെ ടോട്ടൽ മാർക്ക് അവർ കണക്കാക്കുക. ആ രീതിയിൽ എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? യെസ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. 364 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏകദേശം അത്രത്തോളം പേര് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്, 16/2/2021 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 6 NJD വേക്കൻസികൾ മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പുതുതായിട്ട് KSEBയിൽ സബ് എഞ്ചിനീയറിൻ്റെയും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെയും ഒക്കെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കത് കാത്തു നിൽക്കാം കേട്ടോ. യെസ്, അത് ഒരു ഓർഡറായി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വേഗത്തിൽ തന്നെ അഡ്വൈസുകൾ ലഭിക്കട്ടെ, ഉദ്യോഗം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.